ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അനികാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന 2 ബജി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്സിക്കം ബജിയും ചീര ബജിയും. ഇതെൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ക്യാപ്സിക്കം എടുക്കുക, അതിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക. ചാട്ട് മസാലയും ഉപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ചാട്ട് മസാല കുറച്ച് മതി, അതിട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കുക. ചിലർക്ക് ക്യാപ്സിക്കത്തിൻ്റെ പച്ചമണം ഇഷ്ടമല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പച്ചമണം നമുക്ക് അധികം അറിയില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഒരു ക്യാപ്സിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിവിടെ വീട്ടിലുണ്ടായ ചീര തന്നെയാണ്. നമ്മൾ ചീര ബജിയും തയ്യാറാക്കുന്നുണ്ട്. രണ്ടിനും സെയിം ബാറ്ററാണ് നമ്മൾ യൂസ് ചെയ്യണത്. ബാറ്ററിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലപ്പൊടി 1 കപ്പ് നമ്മൾ എടുക്കുന്നുണ്ട്. കടലപ്പൊടി 1 കപ്പ്, മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പിടാം. പെരിഞ്ജീരകം ആവശ്യത്തിന്. പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. ഇത് കായപ്പൊടിയാണ്. കായപ്പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് മതി. അരിപ്പൊടി 1 ടീസ്പൂൺ, ഒരു കപ്പ് വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യണത്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു ബാറ്റർ നമുക്ക് എല്ലാ ബജികൾക്കും യൂസ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റും മുളക്, മുട്ട, കായ ഇതൊക്കെ ഇതിനകത്ത് മുക്കി പൊരിക്കാവുന്നതാണ്. നമ്മൾ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഒന്നും യൂസ് ചെയ്യണില്ല. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു ബജി റെസിപ്പിയാണിത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുക. അധികം കട്ടിയൊന്നും വേണ്ട. മല്ലിയില ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. എനിക്ക് പെരുംജീരകവും മല്ലിയിലയും ബജികളിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കൺസിസ്റ്റൻസി മതി ബാറ്ററിന്. നമുക്ക് ഓരോ ക്യാപ്സിക്കം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോ ക്യാപ്സിക്കം പീസും ഇതിനകത്ത് മുക്കി പൊരിച്ചെടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ ഒരു സൈഡായിട്ടുണ്ട്. നമുക്കതിന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് പൊട്ടിയിരിക്കുകയാണ്. മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാം. പെട്ടെന്ന് വിട്ടു പോകുന്നോളൂ. ഞാൻ ഓരോ പീസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാപ്സിക്കം ബജി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാപ്സിക്കം ബജി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ക്യാപ്സിക്കം വലിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ബജിയായി കഴിക്കാവുന്നതാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണ്. ഈ ബാറ്ററിൽ മുക്കി വയ്ക്കുക. ചീര കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്കിങ്ങനെ ബജി ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ചീരയില ഓരോന്നും വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ചീര ബജി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചീര ബജി ആയിക്കഴിഞ്ഞ് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന 2 ബജി റെസിപ്പികളാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.